ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ് ഖന്ന സർ. ഓ പക്ഷെ ഈ കോംപ്ലിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത് ഖന്ന സർ? സന്തോഷത്തിനല്ല, മേഡത്തിന്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയാ പറഞ്ഞത്. ഇന്ന് ഹാപ്പി ഡേ മാഡം. എല്ലാവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. മാഡത്തിനെ സന്തോഷപ്പെടുത്തട്ടെ. ഞാൻ പക്ഷെ സന്തോഷവതിയാണ്. എന്നാൽ നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കൂ മിസ് ഗാഡ്കർ. പൂ എന്നാൽ മണം വേണം, മണ്ണെന്നാൽ അതിന് ഗുണം വേണം. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. എന്തിനാ മേഡത്തിന് ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? ഇവിടെ വരൂ. താങ്കൾ ഗാഡ്കർ ആണോ? ആണെങ്കിൽ താൻ എങ്ങനെയാണ് അങ്ങനെ ആയത്? തന്റെ വാക്യത്ത് എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഡോക്ടർ ബാലു, നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. എന്റെ പുതിയ ഹെയർ കളർ എങ്ങനെയുണ്ട്? ഹെയർ കളറോ? പക്ഷേ നിങ്ങളുടെ എല്ലാ ഹെയറും ഒരേ കളറിലാണല്ലോ. അതെയോ? എങ്കിൽ ആ ബ്യൂട്ടീഷ്യനെ ഞാൻ ഇന്ന് ഒരു പരുവത്തിലാക്കും. അവൻ എന്നോട് പറഞ്ഞത് ഇപ്രാവശ്യം വളരെ ഡിഫറന്റ് ആയിരിക്കുമെന്നാണ്. ഡൈ? ആ, എന്റേത് വെളുത്ത മുടിയാണ്, പക്ഷേ ഞാൻ ഡൈ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ആർക്കും മനസ്സിലാവില്ല. പൈപ്പ് കിടയിൽ വരും പ്ലംബർ. ഏജ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ. അടികൈ. ഡോക്ടർ ബാലു, നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. മറ്റുള്ളവരിത് ചെയ്യാമല്ലേ? അതായത് വെളുത്ത മുടിയുള്ളവർ. ആ അതെ മേഡം, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓഹോ, ഇതെന്താണ്? ഞാൻ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? മാത്രമല്ല നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോ അങ്ങനെ സംസാരിച്ചു പോയി. സംശയം. പക്ഷെ നമ്മുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല. അതെ മേഡം, ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ കേട്ടതാ. അവര് ദുഃഖിതയാണ്. നമ്മളെന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകൂ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. സംശയമുണ്ടോ? പോപ്പന്റെ പക്കൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക ബണ്ണി? മുടി വെളുത്താലൊന്നും സംഭവിക്കില്ല എന്ന് മേഡത്തിന് നമ്മൾ വിശ്വാസം കൊടുക്കണം. മനസ്സിലായ? ബണ്ണിയുടെ പക്കലും ഒരു പ്ലാൻ ഉണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല. നിനക്കങ്ങനെ അറിയാം എന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടെന്ന്? എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് നീ ഉടൻ തന്നെ പറയില്ലേ എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ടെന്ന്, ഐഡിയ, എന്നിട്ട് കേക്കൂ എന്നൊക്കെ നീ പറയാറില്ലേ? പ്ലാനൊന്നുമില്ല, ഉണ്ടാക്കി എടുക്കണം. ആ ഉണ്ട വേണമെന്നുണ്ടെങ്കിലേ ഇതവിടെ ബോട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ട വെച്ച് നീ എന്താ ചെയ്യാൻ പോണേ? എടാ മരം കഴുതേ, അലുമ്പാക്കല്ലേ. പ്ലാൻ ഉണ്ടാക്കി എടുക്കണം. എന്തെങ്കിലും ആലോചിക്ക്. ഇവിടെ വരൂ കരാ സാർ. എന്ത് നല്ല കുട്ടികളാണിവർ. മിസ് ഗാഡ്കറിന്റെ അടുത്ത് എന്തുമാത്രം സ്നേഹമാണ് അവർക്ക്. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം മധുരം. അപ്പൊ ഉണ്ടാകും മിസ് ഗാഡ്കർക്ക് സന്തോഷം. അടികൈ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മിസ് ഗാഡ്കർക്ക് നമ്മൾ വിശ്വാസം നൽകണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്റെ തലയ്ക്കകത്ത് കയറിയായിരുന്നോ? അതെ, നമുക്ക് എന്തായാലും ഈ കുട്ടികളെ സഹായിക്കണം. ഹണി, ഞാൻ ദാ പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ഓഹോ, എന്റെ അമ്മച്ചി, ഇത് ഒരുപാടങ്ങ് വെളുത്തു പോയല്ലോ. ഓഹോ, എന്താ? ഒന്നുമില്ല, ബണ്ണി എന്നോട് പറഞ്ഞായിരുന്നു മേഡത്തിന്റെ മുമ്പിൽ അത് പറയാൻ പാടില്ലെന്ന്. ഓഹോ, എന്നാ പറയേ? എന്താ അവൻ പറയരുതെന്ന് പറഞ്ഞത്? ഓഹോ ഖന്ന സർ, നിങ്ങളുടെ മുടി മുഴുവൻ വെളുത്തു പോയല്ലോ. വീട്ടിലുണ്ടാകണം എപ്പോഴും ട്യൂബ് ലൈറ്റ്. ഞാൻ എന്റെ മുടിയിൽ ചെയ്തു ഹൈലൈറ്റ്. അടികൈ. പക്ഷെ എന്തിനാ വെളുപ്പിച്ചത്? ജയിക്കണമെങ്കിൽ എപ്പോഴും തോൽക്കാതെ പൊരുതും. മുടി വെളുത്തവർ എപ്പോഴും ബുദ്ധിമാനെന്ന് കരുതും. അടികൈ. ഓഹോ, ഇതെന്താ? ഈ വെളുത്ത നിറമുള്ള കാക്ക എന്തിനാണ് വീടിനകത്ത് കയറിയത്? ഓഹോ, ഞാൻ വെളുത്ത കാക്കയല്ല മേഡം. സംശയമുണ്ടോ? എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? മേഡം ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ വെളുത്ത കാക്കയെ പോലെ ഉണ്ടെന്ന്. കാണാൻ നന്നായിട്ടുണ്ട്. വൈറ്റ് ഈസ് ദ ബെസ്റ്റ്. എന്ത് കൊള്ളാന്നാ പറയുന്നത്? എനിക്ക് കാണുമ്പോ തോന്നുന്നത് നല്ല വെള്ള പായസത്തിൽ ജാം ഒഴിച്ചതുപോലെയാണ്. ഓഹോ, ഓ മാഡം, ഈ മാഡം NGO നടത്തുകയാ. മാഡത്തിന്റെ പഴയ വസ്ത്രങ്ങളെല്ലാം ഇവർക്ക് ഡൊണേറ്റ് ചെയ്തേക്കൂ. ഓഹോ, അതെന്താന്ന് വെച്ചാൽ ഞാനത് അന്വേഷിക്കേണ്ടി വരും ബണ്ണി. കൊടുത്തേക്ക് മാഡം. ഇവരെ കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നി. നോക്കൂ മാഡം, ഇവരുടെ മുടി എത്രമാത്രം മനോഹരമാണ്. അതെ, വളരെ നന്നായിട്ടുണ്ട്. ഇവരുടെ തല കണ്ടിട്ടേ ഉമിക്കിരിയിൽ ആരോ പഞ്ചസാര കൊണ്ട് ഇട്ട പോലെ ഉണ്ട്. ഓഹോ, ഓ സോറി സോറി, കുട്ടിയാണ്, ക്ഷമിച്ചേക്കണേ. എന്റെ ഈ മരുന്ന് തലയിൽ തേച്ചാൽ മതി. വയസ്സായാലും സൗന്ദര്യം കിട്ടും. ചെറുപ്പത്തിൽ മുടി നരച്ചവർക്ക് നല്ല കറുത്ത മുടി കിട്ടും. എനിക്ക് വേണ്ടേ ഡ്യൂപ്ലിക്കേറ്റ് എണ്ണയെന്നും. ഇവിടെ വരൂ. എന്റെ തൈലത്തെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുകയാണോ? കാട്ടിലെ സിംഹം ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മണക്കുന്ന പൂവ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മാവിൽ നിന്ന് കിട്ടുന്ന മാങ്ങ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഈ തൈലം ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. ഇത് തേച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അഴകാർന്ന കാർക്കൂന്തൽ. എനിക്ക് മുടി കറുപ്പാക്കണ്ട. സോഷ്യൽ മീഡിയയിൽ എന്റെ ഈ മുടി എന്ത് ഹിറ്റാണെന്നോ. എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയാണ്. ഇത് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ മുടിയും നിങ്ങളുടെ നിറവും വളരെ മനോഹരമാണ്. അതെ, ഇവരുടെ മുടി കണ്ടു തന്നെയാണ് ഞാനും കോപ്പി അടിച്ചത്. മിസ് ഗാഡ്കർ, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ നോക്കൂ, എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നതാ എനിക്ക് ഇഷ്ടം.
ഓഹോ അത് നല്ല കാര്യം തന്നെയാണ്. ഓ താങ്ക് യു സോ മച്ച്. പക്ഷെ ഐ ലവ് സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ. എനിക്ക് നരച്ച മുടി ഒരുപാട് ഇഷ്ടമാണ്. ആ അവധി കിട്ടാതെ എന്തിനാണ് നാട്ടിൽ പോയത്? നിങ്ങൾ എന്തിനാണ് ദുഃഖിതയായത്? ഞാൻ എപ്പോഴാ ദുഃഖിതയായത്? അപ്പൊ മേഡം ദുഃഖിതായിരുന്നില്ലേ? ഞാൻ എന്തിനാണ് ദുഃഖിതയാകേണ്ടത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹണി മര്യാദയ്ക്ക് പറയൂ, എന്താ സംഭവിച്ചത്? ഞാൻ കഴുതയാണെന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ ഞാൻ അത്ര വലിയ കഴുതയൊന്നും അല്ല. കാരണം മേഡത്തിന്റെ മുടി നരച്ചത് കാരണം മേഡം വല്ലാതെ ദുഃഖിതയായിരുന്നു. പക്ഷെ മുടി വെളുത്തത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മേഡത്തിന് ഇവർ സമാധാനിപ്പിക്കായിരുന്നു. ഓ എന്റെ മുടി എവിടെയാ വെളുത്തിരിക്കുന്നത്? പഞ്ച് കൊടുത്തത് ബോക്സറും സൗണ്ട് വന്നത് കിച്ചണിന്നും. ഈ ടിവിയുടെ സെറാർ സൗണ്ട് ഉണ്ടല്ലോ വളരെ നല്ലതാണ്. 5.1 ചാനൽ. വാവ്. വലിയ ഈ ശബ്ദം ടി വി എന്നല്ല കിച്ചണിന്നാ വന്നത്. വരൂ നമുക്ക് എല്ലാവർക്കും പോയിട്ട് എന്താ കാര്യം നോക്കിയിട്ട് വരാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും കാണുന്നില്ല. വാ തിരിച്ചു പോകാം, ഇല്ലെങ്കിൽ ആ മാച്ച് മിസ്സായി പോവും. വരൂ നമുക്ക് പോയി മാച്ച് കാണാം. സമൂസയുടെ കൂടെ കഴിക്കാൻ കിച്ചണിൽ പോയി സോസ് എടുത്തിട്ട് വരാം. അത് ശരി. അപ്പൊ ഇത്ര നേരം സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയത് നീയാണല്ലേ? ഇനി ഒരു കാരണവശാലും എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ വെറുതെ വിടില്ല ഞാൻ. സിലിണ്ടർ, നീ വീണ ശബ്ദം വരുന്നില്ലേ അത്? അപ്പൊ നിന്റെ ശബ്ദം വരുന്നില്ലേ ഞങ്ങൾ നേരത്തെ കേട്ടത്? നീ എന്റെ ബോക്സിംഗ് മാച്ച് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തു. നീ നോക്കിക്കോ, ഇനി ഞാൻ നിന്നെ എങ്ങനെയാണ് നല്ല പഞ്ച് ഇടിയിടിച്ച് അകത്താക്കുന്നതെന്ന് കണ്ടോ നീ? Come on, Gillu. Come on, come on, Gillu. ഞാൻ അബദ്ധത്തിൽ കഴിച്ച ചില്ലി സോസ് എനിക്കിട്ട് പണി തന്നെന്നാ തോന്നുന്നേ. ഞാൻ മരുന്ന് കഴിച്ചിട്ട് വേഗം വരാം. നിക്കു ഹണി, ഞാനും നിന്റെ കൂടെ വരാം. വേണ്ട, ഇപ്രാവശ്യം എന്താ ഞാൻ സിലിണ്ടറിനെ പോലെ ഇരിക്കാൻ പോകുന്നില്ല. എന്തൊരു ഇടിയാ. ഹണി, നീ ആ ടേബിളിൽ പോയിരിക്കും, ഞാൻ നിനക്ക് മരുന്ന് എടുത്തോണ്ട് വരാം. കിറ്റി ഒന്ന് വേഗാവട്ടെ, എന്റെ വയറ്റിൽ നിന്ന് ഗുൾഗുൾ സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങി. മരുന്ന് വേണമെന്നില്ല കിറ്റി, എനിക്കിപ്പോ നല്ല സുഖമുണ്ട്. ദാ ഇത് കുടിക്ക് ഹണി. അതെ നിക്ക്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെ വെറുതെ വിട്. ഇവർ കള്ളന്മാരുടെ ചാരന്മാരാണ്. അതാ തോക്ക്. ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. ക്യാപ്റ്റൻ, ഇയാളാണ് കള്ളൻ. ഇവൻ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. സെക്യൂരിറ്റി കള്ളന്മാരെ പോലെ മുഖം മറച്ചാണോ നടക്കുന്നത്? ഈ കപ്പലിൽ എണ്ണയുള്ളതുകൊണ്ട് അതിന്റെ പണം ശക്തമായി പുറത്തേക്ക് വരും. അത് ശ്വസിക്കാതിരിക്കാനാണ് ഗാർഡ്സ് തുണി കൊണ്ട് മുഖം മറച്ചിരിക്കുന്നത്. ഓ സോറി. എടോ, ആരാ താൻ? ഒന്ന് പതുക്കെ ചോദിക്കേ, ഞാൻ കള്ളനാണ്. അത് ശരി, ഞങ്ങൾ തന്നെ ഇവിടെ പിടിക്കാൻ വന്നത്. എന്തിന്? ഞാൻ തന്നെ പശുവിനെ വല്ല മോഷ്ടിച്ചോ? ഇല്ല, എന്റെ കയ്യിൽ പശുവൊന്നുമില്ല. ചിലപ്പോ വേറെ ആരുടെങ്കിലും പശുവിനായിരിക്കും മോഷ്ടിച്ചത്. പിന്നെ എന്തിനാണോ എന്നെ പിടിക്കാൻ വരുന്നത്? കാരണം എന്താന്ന് വെച്ചാ നീ എണ്ണ മോഷ്ടിക്കാറില്ലേ? അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ആ, അതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കാൻ വന്നത്. എന്നെ പിടിക്കാനേ ഇമ്മണി പൊളിക്കും. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എടാ പെരിങ്കല്ല, അവിടെ നിക്കടാ.
അയ്യോ, ഞാൻ ഓടി തളർന്നു. നീ ജയിച്ചു. ഇനി പൊയ്ക്കോ, പൊയ്ക്കോ. ഓക്കേ. എടോ, നമ്മൾ തമ്മിൽ റേസ് ഒന്നുമല്ലല്ലോ വെച്ചത്. ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ വരുമായിരുന്നില്ലേ? ഓക്കെ, എന്നാ ശരി, ഞാൻ ഓടാം. നീ പുറകെ വന്ന് പിടിച്ചോ. കണ്ണടച്ച് 1 മുതൽ എണ്ണിക്കോ. ഓക്കേ. അയ്യോ, തണുത്ത മിൽക്ക് ഷേക്ക്. അയ്യോ, കറണ്ട് ഇല്ല, ടി വി ഇല്ല, മാച്ച് ഇല്ല. അങ്ങനെ സംഭവിക്കില്ല. ഒരു കാര്യം ചെയ്യാം, മിണ്ടാതെ അവന്മാരുടെ വീട്ടിലേക്ക് അങ്ങ് പോയേക്കാം. മാച്ചും കാണാം, കിറ്റിയോടൊപ്പം ഇരിക്കുകയും ചെയ്യാം. കൂടാതെ അവന്മാർ കിട്ടൊരു പണിയും കൊടുക്കാം. അടിപൊളി. എന്നെ പോലെ ബുദ്ധിമാൻ വേറെ ആരാ ഉള്ളത്? ഓഹോ. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാത്തിരുന്ന ആ സമയം ദാ വന്നിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് മഴ പെയ്തേക്കാം. മഴ പെയ്തില്ലെങ്കിൽ നല്ല ഇടിയും മിന്നലും ഉണ്ടായേക്കാം. ഗില്ലു പയൽവാനും ബില്ലു പയൽവാനും തമ്മിലുള്ള ബോക്സിംഗ് മാച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കുന്നതാണ്. മാച്ച് തുടങ്ങാൻ പോവുകയാണ്. കന്നാ സാർ കിട്ടി, എന്തുകൊണ്ടാണ് ഇതുവരെ എത്താത്തത്? കന്നാ സാർ വരുന്നുണ്ടോ ഇല്ലയോ? പക്ഷെ ഞാൻ എത്തിക്കഴിഞ്ഞു. പതുക്കെ കിച്ചൺ വഴി അകത്ത് പോയേക്കാം. സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ വേണമെങ്കിൽ അടുത്തുള്ള കടയിൽ ചെല്ലൂ. ഇന്ന് എന്തായാലും നിങ്ങളോടൊപ്പം ഈ കോമ്പറ്റീഷൻ കണ്ടു കളയാം. ഗില്ലു വേഴ്സസ് ബില്ലു. അടികൈ. ഇന്നത്തെ മാച്ച് കാണാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. എനിക്കും അങ്ങനെ കിട്ടി. കണ്ടില്ലേ, ഞാൻ ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഞാനും ഇതിന്റെ വലിയ ഫാനാ. കിറ്റി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. കന്നാ സാറേ, ചിപ്സ്, ബർഗർ, കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. പക്ഷെ സമോസ മാത്രം ഇല്ല. കഴിഞ്ഞ ദിവസം വല്യച്ഛന് ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു കള്ളിമുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സമോസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടികൈ. ഓ അങ്ങനെ തന്നെ കൊടുക്ക്. ആഹാ, ഇവരെല്ലാം മാച്ച് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ മനസമാനത്തോടു കൂടി ഈ പഞ്ച് ബാഗിൽ കയറി ഇരുന്ന് മാച്ച് കാണും. ഇനി ആർക്കും എന്നെ കണ്ടെത്താനാകില്ല. ഹായ്, എന്നെ പോലെ സ്മാർട്ടായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. എന്റെ ഗില്ലു, എന്ത് ഇടിയാ ഇടിക്കുന്നേ? ഒന്ന് മര്യാദക്ക് ഇടിക്കേ. മിക്കവാറും ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. നീ ഗില്ലു ഫയൽമാനെ ബോക്സിംഗ് പഠിപ്പിക്കാൻ പോവുകയാണോ? ആ, അതെ. എന്നാ പിന്നെ ഈ ബോക്സിംഗ് നീ എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും പഠിപ്പിച്ചുതരാം. നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുതരാം പോപ്പട്ടെ. പിന്നെ എന്തിനാ എത്ര വൈകിക്കുന്നത്? തുടങ്ങിക്കളയാം. എന്നാ പിന്നെ തുടങ്ങിക്കളയാം. നിന്റെ ട്രെയിനിങ് ഉണ്ടല്ലോ, നമ്മളിതാ ഇപ്പൊ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. വാ, ആദ്യം നിനക്ക് ഞാൻ കുറച്ച് പഞ്ചിങ് ട്രിക്സ് പഠിപ്പിച്ചു തരാം. നോക്ക്, പഞ്ചിലിരിക്കുമ്പോ ദാ ഇങ്ങനെ ഇരിക്കണം. ദാ ഇങ്ങനെ. ദാ പിന്നെ ഇങ്ങനെ. ദാ പിന്നെ ഇങ്ങനെ. ദാ പിന്നെ ഇങ്ങനെ. ദാ നീ കണ്ടില്ലേ എന്റെ ശക്തി? കണ്ടില്ലേ? ദാ ഈ പഞ്ചിങ് പെറ്റ് പോലും കരഞ്ഞു പോയി. പഞ്ചിങ് ബാഗ് അല്ലടാ, ഞാനാടാ. തല്ലു നിർത്ത്. നല്ല ഉറക്കം കിട്ടണമെങ്കിൽ ഉറക്കക്കുളിയും വായുവിന്റെ പ്രശ്നമാണെങ്കിൽ ആയുർവേദ ചൂർണവും കഴിക്കൂ. ഇതാണ് ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ന് ഇന്ത്യയിലേക്ക് വരേണ്ട എണ്ണക്കപ്പൽ വരുന്ന വഴിക്ക് 2 കിലോമീറ്റർ ഇടയ്ക്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ച് 200 ഗാലൻ എണ്ണയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എണ്ണ കൊള്ളയടിക്കപ്പെട്ടതും കപ്പൽ ഭാരം കുറഞ്ഞ് മുകളിലേക്ക് പൊങ്ങി. എണ്ണ കൊള്ളയടിക്കും മുമ്പ് കപ്പൽ വെള്ളത്തിൽ താഴ്ന്നിരുന്നു. 200 ഗാലൻ പോയപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി. ഭാഗ്യത്തിന് എണ്ണ മുഴുവനും കൊള്ളയടിക്കപ്പെട്ടില്ല. അല്ലെങ്കിൽ അത് പൊങ്ങി പൊങ്ങി വന്ന് ആകാശത്തിൽ കൂടെ പറക്കുമായിരുന്നു. ആർക്കാണ് കടലിൽ വെച്ച് എണ്ണ മോഷ്ടിക്കാൻ പറ്റുക? ഈഷ്, ആ ന്യൂസ് സത്യമാണ്. ഇൻസ്പെക്ടർ പാണ്ട ഇതങ്ങ് തമാശക്ക് പറഞ്ഞതല്ലേ. ഇതിനു മുമ്പ് 5 പ്രാവശ്യം ഇതുപോലെ നടന്നിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എണ്ണ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണോ? സംശയമുണ്ടോ? അതെ, സംശയമുണ്ട്. ഒരുപാട് പേര് സംശയമുണ്ട്. പക്ഷെ ആരെയൊക്കെ എങ്ങനെ സംശയിക്കും? എന്നാ പിന്നെ ഇവിടെ നിന്ന് വാചകടിക്കാതെ പോയി അന്വേഷിച്ചിട്ട് എന്താ കാര്യം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കേ. ഈഷ്, ഞാൻ നിങ്ങളുടെ സഹായം ചോദിക്കാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഇൻസ്പെക്ടർ പാണ്ട, പക്ഷെ ഞങ്ങൾക്ക് എണ്ണ കടത്തിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലല്ലോ. നിങ്ങൾ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോൾ വേറൊരു കപ്പലും വരുന്നുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വന്ന് ആ കപ്പലിനെ ഉറവിടത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ഓക്കെ, താങ്കൾ കപ്പലിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കൂ. താങ്ക് യു എന്റെ കുട്ടികളെ. ഞാനിതാ ഈ ഡോക്കിൽ തന്നെ ഉണ്ടാകും.
കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് വേണ്ടി കപ്പലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗം ചെല്ലൂ. മോഷ്ടിക്കുന്നോടാ, നടക്ക. പോപ്പട്ടെ, നീ കള്ളനെ പിടിക്കുന്നതിന് പകരം നീ ബൈനോക്കുളർ വെച്ച് കടലിന്റെ ഭംഗി കാണുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. 1/2 ലിറ്റർ എണ്ണയുടെ വിശ്വാസം പോലും നിനക്ക് കൂട്ടുകാരോടില്ലേ? ആ കപ്പൽ കുറെ നേരമായിട്ട് നമ്മുടെ കപ്പലിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? അതൊരു ഫിഷിംഗ് ഷിപ്പാണ്. കടലിൽ ഈ ഭാഗത്തായിട്ട് ഒരുപാട് മീനുകളെ കിട്ടുന്നുണ്ട്. ആ കപ്പലിന്റെ ക്യാപ്റ്റനാണ് ഈ കാര്യം പറഞ്ഞത്. കള്ളനെ പിടിച്ചു. എണ്ണക്കള്ളനെ നീ പിടിച്ചോ? അതെ, ഇയാള് തന്നെ പറഞ്ഞത് ഇയാൾ കള്ളനാണെന്ന്. അത് നീ ഇത്ര സ്വകാര്യമായി പറയുന്നത് എന്തിനാ? ഇയാളാ എന്നോട് സ്വകാര്യത്തിൽ പറയാൻ പറഞ്ഞത്. അയ്യോ, ഞങ്ങളെ ആ സമയത്ത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യമായി പറയാൻ പറഞ്ഞത്. ഇനിയിപ്പൊ പിടിച്ചു കഴിഞ്ഞില്ലേ, മര കഴുതയാണല്ലോ. മതി സംസാരിച്ചത്. സംസാരിച്ചില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ഈ കള്ളനെ തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളാണോ കള്ളന്മാർ? നിങ്ങളാണോ എണ്ണ മോഷ്ടിച്ചത്? അത് പിന്നെ ഗാർഡ്സ് കണ്ടത് കൊണ്ട് കടയിൽ ഉപേക്ഷിച്ചിട്ടാ ഞാൻ ഓടിയത്. പോപ്പട്ടെ, ഈ കപ്പൽ അത് തന്നെയാ നമ്മുടെ പുറകെ വന്നത്. ഇതിൽ തന്നെയാണ് കള്ളന്മാരുള്ളത്. വേഗം വാ. എന്റെ കർത്താവേ, കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കേട്ടാ. ഇനി ഏതായാലും അടിച്ചങ്ങ പൊളിച്ചേക്കാം. നിങ്ങളൊക്കെ ആരാണ്? മത്സ്യകന്യകന്മാരാണ്? ഞങ്ങളെ മത്സ്യകന്യകരൊന്നും അല്ല. നിന്നെ മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തോന്ന്? ഈ ചീവീട് പോലത്തെ ശബ്ദം ആര് കേൾക്കാനാ? ഞാൻ തന്നെ വിളിച്ചോളാം. ഗാഡ്സ്! ഇവിടെ കഴുത, നീ എന്താ ചെയ്തത്? നിങ്ങളെ കുടുങ്ങി കേട്ടാ. ഇനി രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഞങ്ങൾ കുടുങ്ങിയിട്ടൊന്നുമില്ല. നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും. അവന്മാരെ പിടിക്കടാ. അയ്യോ! അവനെ പിടിക്കേ. താനിത് എങ്ങോട്ടായി പോകുന്നത്? ആ കയ്യിലിരിക്കുന്ന മീൻ കുറഞ്ഞ വിലക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. ഇന്ന് ടിവിയിൽ നടക്കുന്ന ബോക്സിംഗ് മാച്ച് നമ്മുടെ കൂടെ ഇരുന്ന് കാണാന്ന് ഖന്ന സാറും കിറ്റിയും സമ്മതിച്ചിട്ടുണ്ട്. ഹണി, സൂക്ഷ്യം കണ്ടും വേണം കേട്ടോ. എന്റെ ബോധം എങ്ങാനും പോയാൽ പിന്നെ എല്ലാം മിസ്സാകും. ഡില്ലു ഫൈൽവാന്റെയും ടില്ലു ഫൈൽവാന്റെയും ഫൈറ്റ് ഇന്നത്തോടെ ലൈഫ് ടൈം ചാൻസ് ആണ്. ഇന്നത് ഹോട്ട് ചോക്ലേറ്റും സ്നാക്സും കഴിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാച്ച് കാണാൻ പോവുകയാണ്. എന്നാ പിന്നെ കുറേശ്ശായിട്ട് കുടിക്കായിരുന്നില്ലേ? എല്ലാം കൂടി ആരാ ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറഞ്ഞത്? അയ്യോ, നീറുന്നു. ഇതൊക്കെ നീ കാരണമാണോ സംഭവിച്ചത്? ബോക്സിംഗ് ഗ്ലൗസ് ഇടാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഇടുന്നത്? ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിക്കടാ. കണ്ടെത്താം, വരൂ. സാറേ, സുഖം തന്നെയല്ലേ? സുഖം.
നാണം വന്നപ്പോൾ നാണിച്ചു നാണു. എന്റെ അമ്മോ, ഞാനിതാ വീണു. അടികൈ. ഇവിടെ വരൂ. നിങ്ങൾ എന്താ എന്നെ ഏതെങ്കിലും ചുമരാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ചാടി വന്ന് പോസ്റ്റിന്റെ പുറത്തിരിക്കുന്നത് പോലെ ഇരിക്കുകയാണല്ലോ. താഴേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ നല്ല പിടവടയ്ക്കും. പറഞ്ഞേക്കാം. കൊച്ചളിയ, സത്യത്തിൽ എനിക്കിപ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. വെറുതെ വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു പോം വഴി കണ്ടെത്താം. ഇവിടെ വരൂ. നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളെന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നല്ലോ. ആ മേഡത്തിന്റെ മുടി വെളുത്തിരിക്കുക, അതുകൊണ്ട് അവര് വല്ലാത്ത വിഷമത്തിലാ. മുടിയായാൽ തീർച്ചയായും വെളുക്കും. കള്ളിച്ചെടിയിൽ പഴമുണ്ടാവില്ല, റോസാപ്പൂവിൽ തേനുണ്ടാവില്ല. ഇതിൽ ദുഃഖിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഒരു ദിവസം എല്ലാവരുടെ മുടിയും നരയ്ക്കും. ഈ കാര്യം മാഡത്തിന് മനസ്സിലാക്കി കൊടുക്കണം. വീട്ടിലുള്ള പാറ്റ ഒരിക്കലും ആനയെ കടിക്കില്ല. മിസ് കാട്കർ, നിങ്ങളെ ഞാൻ ഒരിക്കലും ദുഃഖിതയായിരിക്കാൻ വിടില്ല. നിങ്ങളുടെ കവിത കേട്ട മേഡം തീർച്ചയായിട്ടും ദുഃഖിതയാവും. അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഔഷധ ചെടികളൊക്കെ ഇങ്ങോട്ടാ മാറ്റിയത്. മിസ് കാട്കർ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് അവരെ ദുഃഖിതയായിട്ട് കാണേണ്ടി വരും. ഒരിക്കലുമില്ല, ഞാൻ അവരെ സന്തോഷിപ്പിക്കും. പാവയ്ക്ക പച്ചക്ക് കഴിച്ചാൽ തീർച്ചയായും അതിൽ കയ്പുണ്ട്. മിസ് കാട്കർ, നിങ്ങൾ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. അടികൈ. അതെ മേഡം.